മോളെ. ബേട്ടി, നീ എവിടെയായിരുന്നു മോളെ? പറ മോളെ, നിനക്ക് എന്താ പറ്റിയത്? ആരാ നിന്നെ തട്ടിക്കൊണ്ടു പോയത്? നിന്നോട് ഇത് ചെയ്തത് ആരാ? ദേവ, ഇവൾ ആ ഷോക്കിൽ നിന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇവക്ക് എന്താ പറ്റിയത്? നിനക്കറിയാവോ? ഞാൻ ചെല്ലുമ്പോ ഒരു ഡ്രമ്മിനുള്ളിൽ അടച്ചിട്ട നിലയിലായിരുന്നു ജ്യോതി. ബോധമുണ്ടായിരുന്നില്ല. കുറച്ചുകൂടി കഴിഞ്ഞെങ്കിൽ ഇവളെ ജീവനോടെ കിട്ടുമായിരുന്നില്ല. ഇതുവരെ ഞാനും ഇവളോടൊന്നും ചോദിച്ചില്ല. ഇനി ജ്യോതി തന്നെ പറയട്ടെ എന്താണ് സംഭവിച്ചതെന്ന്. പറ ജ്യോതി, ആരാ ഇത് ചെയ്തതെന്ന് നിനക്കറിയോ? അറിയാം. എന്നോട് ഈ ചതി ചെയ്ത വ്യക്തി ഇവിടെ തന്നെ ഉണ്ട്. ഈ വീട്ടിലോ? ആര്? അതെ, നിങ്ങളുടെ മുന്നിലുണ്ട് ആ വ്യക്തി. ഇവളാ മായ. പോയി മായ ചിടക്കാരി ഇന്നത്തോടെ തീർന്നു. ബേട്ടി, നീ എന്തേ പറയുന്നത്? സത്യം. എന്നെ ഇവിടുന്ന് മയക്കി ഡ്രമ്മി കയറ്റി വിട്ടതിന് പിന്നിൽ മായ തന്നെയാ. അമ്മ ഇവളെ വെറുതെ വിടരുത്. മായേ, പറയൂ, ഇവളീ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഈ കാര്യത്തിൽ അബദ്ധമോ അസത്യമോ പറയില്ല ഞാൻ. ഇവള് തന്നെയാ എന്നോടിത് ചെയ്തത്. രണ്ട് മൂന്ന് മണിക്കൂർ ഒരു ഡ്രമ്മിനുള്ളിൽ കൂടി മരണത്തോട് മല്ലിട്ട് ശ്വാസം കിട്ടാതെ നരകം എന്താണെന്ന് നേരിട്ട് കണ്ടു ഞാൻ. മരണത്തിന് കൈകൊണ്ട് തൊട്ടു ഞാൻ. ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവരുതെന്നാ എന്റെ പ്രാർത്ഥന. ശ്വാസം വിടാൻ പോലും കഴിഞ്ഞില്ല. ഞാൻ എവിടെയാണെന്നോ ചുറ്റിനും ആരെങ്കിലും ഉണ്ടോന്നോ തന്നെ എനിക്ക് അറിയില്ലായിരുന്നു. ജീവനോട് വരാൻ പറ്റൂന്ന് ഞാൻ വിചാരിച്ചില്ല. ഡേക്ക് വരാൻ കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ ഞാൻ ആ ഡ്രമ്മിനുള്ളിൽ ചത്ത് മരവിച്ച് കിടന്നേനെ. ഡേക്ക് തന്നെയാ ഇതിനെല്ലാം സാക്ഷി. ഈ മായ തന്നെയാ എന്നോട് ഇത് ചെയ്ത്. അമ്മ പ്രാർത്ഥിക്കുന്ന കണ്ണനാണ് സത്യം. ഞാൻ പറയുന്നത് സത്യം മാത്രം. മായ എനിക്ക് ഈ ശിക്ഷ തന്നത് എന്തിനാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്നോട് ഇത്രയ്ക്ക് വൈരാഗ്യം കാണിക്കാൻ ഞാൻ മായോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നിട്ടും പറയടി, നീ എന്തിനാ എന്നോട് ചെയ്തേ? നോ, നിങ്ങൾ ആരും ഇവള് പറയുന്ന വിശ്വസിക്കരുത്. ഞാനല്ല. ഇവള് കള്ളം പറയുവാ. ഞാനൊന്നും ചെയ്തിട്ടില്ല. സത്യം പറയാ, ഞാനാ ഇത് ചെയ്തതെന്ന് നിനക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും? എല്ലാവർക്കും മുമ്പില്
എന്നെ കുറ്റക്കാരിയാക്കാൻ വേണ്ടി നീ മനഃപൂർവ്വം പറയുന്നതാ ഇത്. സത്യം ഒരിക്കലും അപവാദമാവില്ല. അപവാദം സത്യവും ആവില്ല. ദേ, ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് മായ. മായ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജ്യോതി, നീ എന്തോ തെറ്റിദ്ധരിച്ചാണ് പറയുന്നത്. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. സത്യം എന്താണെന്ന് മായയ്ക്ക് നന്നായിട്ട് അറിയാം. ഹ, നിന്നെ കൊല്ലാൻ നോക്കിയിട്ട് മായക്ക് എന്താ നേട്ടം? അതെന്താണെന്ന് ഇവിടെ തന്നെ പറയട്ടെ. വെറുതെ ആരോപണം പറഞ്ഞാ പോരാ, എന്തെങ്കിലും തെളിവ് വേണം. മായച്ചിയാണിത് ചെയ്തതെന്ന് തെളിയിക്കാൻ നിന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? എന്നെ തുളസിയില പറിക്കാൻ പറഞ്ഞു വിട്ടത് ഈ മായയാണ്. മുറ്റത്ത് തുളസി ചെടിക്ക് അരികിലേക്ക് പോകുമ്പോഴാ പിന്നിൽ നിന്നും എന്നെ ആരോ പിടിച്ചതും മയക്കിയതും. ഒന്നും മയങ്ങിയെങ്കിലും എനിക്കപ്പോ ഉള്ളിൽ നല്ല ഓർമ്മയുണ്ടായിരുന്നു. ആ സമയത്ത് എപ്പോഴും പാതി അടഞ്ഞ കണ്ണുകളിൽ കൂടി ഞാനൊരു കാഴ്ച കണ്ടു, ഒരു ശബ്ദവും കേട്ടു. ദീപാവലി കഴിഞ്ഞിട്ട് മാത്രമേ ഇവളെ തുറന്നു വിടാവൂ. മനസ്സിലായോ? മനസ്സിലായി മാഡം. അത് മായ തന്നെ ആയിരുന്നു എനിക്ക് ഉറപ്പാ. കള്ളം, പച്ച കള്ളം. എന്തൊക്കെ കള്ളത്തരങ്ങളാ ഇവിളീ പറയുന്നത്? ഇതിവള് മനഃപൂർവ്വം പറയുന്നതാ. ഞാനല്ല, ഞാനല്ല. എന്നെ ഒന്ന് വിശ്വസിക്കടിക്കേ, ഞാനല്ല ഇത് ചെയ്തത്. എല്ലാം നിഷേധിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. നീ തന്നെയാ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ടതാ. സ്റ്റോപ്പ് ഇറ്റ്. നീ എന്താ എന്നെ കുറിച്ച് വിചാരിക്കുന്നത്? ഞാൻ അത്ര ചീപ്പാണെന്നോ? ഈ കുടുംബത്തിലെ മൂത്ത മരുമകളാണ് ഞാൻ. എന്നെ കുറ്റക്കാരിയാക്കാൻ നീ പറഞ്ഞ കഥ കൊള്ളാം. അതെ, ഞാൻ പറഞ്ഞത് കഥയല്ല, സത്യമാണ്. എന്ത് സത്യം? ബോധമില്ലാതെ കിടന്നപ്പോ നീ കണ്ട സ്വപ്നത്തിന് എന്നെ കുറ്റക്കാരിയാക്കാൻ ശ്രമിക്കണ്ട. ഇത്രയും നാളും ഈ വീട്ടിലെ പൂജയും കാര്യങ്ങളും എല്ലാം ചെയ്തത് ഞാനായിരുന്നു. എന്നിട്ടും അമ്മ ഇത്തവണ ഏകാദശിക്ക് പൂജ ചെയ്യാൻ നിന്നെ ഏൽപ്പിച്ചു. ഞാൻ എന്തെങ്കിലും പരാതി പറഞ്ഞോ ആരോടെങ്കിലും? പക്ഷേ ആദ്യമായി ഈ പൂജയ്ക്ക് തടസ്സമുണ്ടായി. ഞാൻ ഈ വീട്ടിലേക്ക് മരുമകളായി വന്നത് മുതൽ ഈ വീട് എന്റേതായിട്ട് കരുതി. ഇവിടെയുള്ളവരെല്ലാം എനിക്ക് പ്രിയപ്പെട്ടവരാ. എന്റെ കരിയർ പോലും ഉപേക്ഷിച്ച് ഞാൻ ഈ കുടുംബത്തെ നോക്കി. അതിനുള്ള പ്രതിഫലമാണോ DK ഇവളെനിക്ക് തന്നത്? നിങ്ങളെല്ലാവരും ഇവള് പറഞ്ഞത് വിശ്വസിച്ചോ? ഞാൻ ഈ കുറ്റം ചെയ്യുമെന്ന് DK നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്ത നന്മയെല്ലാം ഇവളൊരൊറ്റ വാക്കുകൊണ്ട് ഇല്ലാതാക്കി. ദേ നോക്ക്, ഇനിയും എന്തൊക്കെയാ നീ എന്റെ തലയിലോട്ട് വെച്ചു തരാൻ പോകുന്ന കുറ്റങ്ങള്? പറയടി. നിനക്കിതൊക്കെ ശീലമായിരിക്കും, പക്ഷേ ഞാൻ ഈ തരം താഴ്ന്ന ശീലങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആർക്കൊന്നും പറയാനില്ലേ? DK, നിങ്ങൾ എന്നെ സംശയിക്കുന്നോ? ഞാനാണിത് ചെയ്തതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ മരിക്കുന്നത് തന്നെയാ നല്ലത്. ഞാൻ നിന്നെ സംശയിക്കുന്നില്ല. ജ്യോതിക്കെന്തോ തെറ്റുപറ്റി. ഇല്ല, എനിക്ക് തെറ്റിയിട്ടില്ല. മതി, നിർത്ത്. നീ കുറ്റം ചാർത്തിയത് എന്റെ മരുമകൾക്ക് മേലെയാ, അതും ഒരു തെളിവുമില്ലാതെ. അന്തസ്സുള്ളൊരു കുടുംബത്തിൽ നിന്ന് വന്നവളാ മായ. അവൾ ഇങ്ങനൊരു കുറ്റം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓഹോ, അത് ശരി. അപ്പൊ നിങ്ങളും മരുമകളുടെ പക്ഷത്തായല്ലേ? ആ ഡ്രമ്മിനുള്ളിൽ കിടന്ന് ഞാൻ മരിച്ചിരുന്നെങ്കിൽ പോലീസ് ഈ സത്യം കണ്ടുപിടിച്ചേനെ. ഹിറ്റ്ലർ, ഈ താലി
നിങ്ങളാണ് എന്റെ കഴുത്തിൽ കെട്ടിയതെങ്കിൽ ഞാൻ പറഞ്ഞ ഓരോ വാക്കും സത്യമാണ്. മതി, ഇതിനെക്കുറിച്ചൊരു പോസ്റ്റ്മോർട്ടം വേണ്ട. ഏതായാലും നിന്റെ ജീവന് കുഴപ്പമൊന്നും സംഭവിച്ചില്ലല്ലോ. എല്ലാവരോടും കൂടി പറയുക, മേലിൽ ഇതേക്കുറിച്ച് ഒരു ചർച്ച വേണ്ട. സംഭവിച്ചൊക്കെ തൽക്കാലം എല്ലാവരും മറക്കണം. ഇന്ന് ഉത്സവത്തിന്റെ ദിവസമാണ്. ഇനി നടക്കാനുള്ള ആഘോഷങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തണം. മനസ്സിലായോ? അമ്മേ, പൂജയ്ക്കുള്ള കാര്യങ്ങൾ നോക്കിക്കോളൂ. അമ്മേ, ഞാൻ കാരണം എൻ്റെ അമ്മയ്ക്ക് പോലീസ് വണ്ടി കയറി പോകേണ്ട അവസ്ഥ വരെ ഉണ്ടായല്ലേ. ആ CI അമ്മയോട് മോശമായിട്ട് എന്തെങ്കിലും പെരുമാറിയോ? നോ മൈ സൺ. പക്ഷേ പ്രോബ്ലം അതല്ല. ആ പെൺകുട്ടി സിത്താര, നമ്മൾ കാരണം അവൾക്ക് ഇങ്ങനെയൊരു മാനസികാവസ്ഥ ഉണ്ടായെങ്കിൽ അത് നമ്മുടെ തെറ്റാണ്. അമ്മേ, ആ ബേക്കറിക്കാർ ചെയ്ത തെറ്റിന്റെ ശിക്ഷ നമ്മൾ ഈ അനുഭവിക്കുന്നതെല്ലാം. എന്നിട്ടും ഇപ്പോഴും അവളെ രക്ഷിക്കാൻ ഞാൻ തന്നെ പോകേണ്ടി വന്നു. അന്ന് ജ്യോതിയും നീയും തമ്മിലുള്ള കല്യാണം നടന്നപ്പോ ജീവിതം നഷ്ടപ്പെട്ട സിത്താരയെക്കുറിച്ച് നമ്മൾ മറന്നുപോയി. അപമാനവും സങ്കടവും അവളെ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിച്ചില്ലേ? കണ്ണാ, നീ അവളെ ചെന്നൊന്ന് കാണണം. സത്യത്തിൽ നീ തന്നെയാ അവളെ ഇതിലേക്ക് വലിച്ചഴച്ചത്. ജ്യോതിയോടുള്ള വിരോധം കാരണം അവളാണ് നിന്റെ ഭാര്യയെന്ന് നീ പ്രഖ്യാപിച്ചു. നിന്റെ ഭാര്യയാവാൻ വിവാഹവേഷമണി വന്ന അവൾക്കു പകരം നിനക്ക് ജ്യോതിയെ കെട്ടേണ്ടി വന്നു. വിധി, അല്ലാതെന്താ? വിധിയല്ല, ഇതെല്ലാം ആ ബേക്കറിക്കാരുടെ ചതിയാ. അവള് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്. ആയിരിക്കാം. പക്ഷെ ആ സമയത്ത് എന്തുകൊണ്ട് ജ്യോതിക്കത് ചെയ്യേണ്ടി വന്നു? അതാണ് ഞാൻ പറഞ്ഞ വിധിയുടെ കളി. ഇന്നാരുടെ ജീവിതത്തിൽ കൂട്ടിന് ഇന്നാര് വേണമെന്ന് ദൈവം മുൻകൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. അത് മാറ്റാൻ നമുക്കാർക്കും പറ്റില്ല മോനെ. മരുമകളായി ജ്യോതി വരുന്ന സന്തോഷത്തിനിടയിൽ സിത്താരയുടെ നഷ്ടം അമ്മയും മറന്നു. അത് വലിയ തെറ്റായിപ്പോയി. അത് തിരുത്തണം. മോനെ, നീ അവളെ ചെന്ന് കണ്ട് സംസാരിക്കണം. നീ പറഞ്ഞ അവൾക്ക് കാര്യം മനസ്സിലാവും. കേസ് പിൻവലിക്കും. അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ഇന്ന് പോലീസ് ചെയ്തത് അവരുടെ ഡ്യൂട്ടി മാത്രമാ. അപ്പൊ തന്നെ വിവരം എനിക്ക് കിട്ടിയതുകൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടുപോകാതെ പാതി വഴി അമ്മ എനിക്ക് രക്ഷിക്കാൻ പറ്റി. സത്യം മോനെ, അവിനാഷ് വന്നതുകൊണ്ടാ എല്ലാ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പത്രക്കാരോ ചാനലുകാരോ വല്ലതും ഈ വാർത്ത അറിഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? എഴുതി നാറ്റിച്ചേനെ. സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലും ആളുകളത് ആഘോഷിച്ചേനെ.
ഏതോ ഒരു പെൺകുട്ടിയുടെ കുഞ്ഞിനെ അവൾ അറിയാതെ ദത്തു കൊടുത്തതിന്റെ ബഹളം ഇതുവരെ കെട്ടടങ്ങിയിട്ടില്ല. അവരുടെ കയ്യിലെങ്ങാനും ഈ ആത്മഹത്യാശ്രമം കിട്ടിയിരുന്നെങ്കിൽ എത്ര വലിയ നാണക്കേടായനെ. പിന്നെ എനിക്കെല്ലാത്തിലും വലുത് ഈ വീടിന്റെ അന്തസ്സും അഭിമാനവും തന്നെയാണ്. അതുകൊണ്ടാ പിടിച്ച പിടിയാലെ അമ്മ ഞാൻ രക്ഷിച്ചത്. താങ്ക്സ് അമ്മേ. സിതാരെ ഞാൻ ചെന്ന് കാണാം, സംസാരിക്കാം. ഏയ്, തൽക്കാലം അതൊന്നും വേണ്ട. അമ്മയെ കേസിൽ കക്ഷി ചേർക്കരുതെന്ന് ഞാൻ ആ സിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ DKയുടെ പേരിൽ കേസുണ്ടാവും. എന്റെ പേരിൽ കേസുണ്ടാവുന്നതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഈ എടുത്തിയാട്ടം കൊണ്ട് സിതാരയ്ക്ക് അവളുടെ ജീവിതം ഇല്ലാതാവരുത്. ഞാനിത് അവളെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. പിന്നെ നിന്റെ സഹായം ഇക്കാര്യത്തിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെന്നറിയാം. ആദ്യം സിത്താര ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് ബാക്കി തീരുമാനിക്കാം. നിന്നെ കുരുക്കാനുള്ള കയറടിക്ക് സിത്താരയുടെ ആത്മഹത്യാശ്രമം. നീ എത്ര ശ്രമിച്ചാലും ഞാൻ പറയുന്നതേ അവൾ കേൾക്കൂ. DK എന്നെ വിശ്വസിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. സത്യം തെളിയിക്കാൻ അവൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ കിഡ്നാപ്പ് കേസിന് ജയിലിൽ പോകേണ്ടി വന്നേനെ. മായ, ഞാനൊരു കാര്യം ചോദിച്ചാ താൻ സത്യം പറയൂ? എന്താ സംശയം? ശ്രീയേട്ടനോട് ഇന്നുവരെ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ടോ? ജ്യോതി പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ടെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. ഇക്കാര്യത്തിൽ നിനക്കെന്തെങ്കിലും മനസ്സറിവുണ്ടോന്നാ എനിക്കറിയേണ്ടത്. ശ്രീയേട്ടൻ എന്താ എന്നെ കളിയാക്കാണോ? അമരാവതിയിലെ മൂത്ത മരുമകളാണ് ഞാൻ. ഈ വീടിന്റെ അന്തസ്സിന് നിരക്കാത്ത ഒരു കാര്യം ഞാൻ ചെയ്യുമെന്ന് ശ്രീയേട്ടൻ വിശ്വസിക്കുന്നുണ്ടോ? അതോ അവള് പറഞ്ഞ കള്ളക്കഥ ശ്രീയേട്ടന്റെ മനസ്സിളക്കിയോ? ജ്യോതി കള്ളം പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓഹോ, അപ്പോ കള്ളം പറഞ്ഞത് ഞാനാണെന്നാണോ? കള്ളം പറഞ്ഞെന്നല്ല, നിന്റെ സ്വഭാവം എനിക്കറിയില്ലേ. പുറമേ കാണിച്ചില്ലെങ്കിലും നിനക്ക് ഈഗോ കുറച്ച് കൂടുതലാണെന്ന് എനിക്കറിയാം. ഈ വീട്ടിലെ മൂത്ത മരുമകളെന്ന നിന്റെ അധികാരത്തിനേറ്റ അടിയായിരുന്നു ജ്യോതിയുടെ വരവ്. എന്താ ശരിയല്ലേ? ഇത് നീ നിന്റെ സ്വന്തം വീടായിട്ടാ കാണുന്നത്. ആ പൊസസീവ്നെസ് ഞങ്ങളോടെല്ലാം നിനക്കുണ്ട്. എല്ലാവരുടെയും കാര്യം നിനക്ക് തന്നെ നോക്കണം. എല്ലാവരും നീ പറയുന്ന തന്നെ കേൾക്കണം. ജ്യോതി വന്ന് കയറിയതോടെ അതിനൊക്കെ ഒരു തടസ്സമായി അല്ലേ? അതുകൊണ്ടിപ്പോ എന്താ? ജ്യോതിയോട് എനിക്ക് എതിർപ്പുണ്ട്. അത് ശ്രീയേട്ടൻ പറഞ്ഞത് നേര് തന്നെയാ. പക്ഷേ അതിന് കാരണം DKക്ക് അവളെ ഇഷ്ടമല്ല എന്നത് തന്നെയാണ്. അവള് കാരണം DKയുടെ ജീവിതത്തിൽ ഇനി ഒരു ദുരന്തം കൂടി ഉണ്ടാവരുത്. അത്രയുള്ളൂ. ഇന്നലെ ഈ വീട്ടിലേക്ക് വന്നു കയറിയ ജ്യോതി എന്നെ സംശയിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എന്റെ പ്രാണനായ ശ്രീയേട്ടൻ എന്നെ സംശയിക്കുന്നത് എനിക്ക് സഹിക്കില്ല. നിന്നെ അവിശ്വസിച്ചിട്ടല്ല, ആണുങ്ങളെ മനസ്സിലാക്കുന്നതിൽ പല പെണ്ണുങ്ങളും പരാജയപ്പെടുന്നത് എവിടെയാണെന്ന് അറിയാമോ? ആത്മാർത്ഥതയുള്ള ഒരു പുരുഷന്റെ മനസ്സിൽ സ്നേഹത്തിന്റെ എത്ര നിലവറകളുണ്ടെന്ന് ഇന്നേ വരെ ഒരു സ്ത്രീക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീയേട്ടൻ പറഞ്ഞതെനിക്ക് മനസ്സിലായില്ല. പറയാം. പെണ്ണിന്റെ കുസൃതികളും പരിഭവങ്ങളും സ്നേഹവും സാമീപ്യവും ഒക്കെ ഏത് പരിക്കൻ ഹൃദയത്തെയും ഇളക്കി മറിക്കാൻ പോകുന്ന ആയുധം തന്നെയാ. എടിയെന്ന് വിളിച്ച
പോടാ എന്ന് പറയുന്ന പെണ്ണിനോട് പുരുഷന് ഒരു പ്രതിപക്ഷ ബഹുമാനമൊക്കെ കൂടും. അത് പിന്നെ ഒരു പ്രണയമായി മാറുകയും ചെയ്യും. ശ്രീയേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? ജ്യോതിയും DKയും നേരത്തെ ഞാൻ പറഞ്ഞ വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാ. ശരി തന്നെ. പക്ഷേ അണ്ടർഗ്രൗണ്ടായ ഒരു പ്രണയം അവർക്കിടയിൽ വർക്കൗട്ട് ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം.